ഹലോ ഹലോ. ആളെവിടെ? ആളെവിടെ? വന്നില്ലേ? എന്തേ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പൊ ഇനി വരുമോ? ആള് വരുമോ? വരില്ല. ഒരു ചാൻസും ഇല്ല അതിന്. എന്നാലും വന്ന പണി നടക്കാം അല്ലേ? എന്തൊക്കെയാണ് പിന്നെ ഇത്രയും അടിപൊളി കളർഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്? ഇശൽ ഹബീബി റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച പാട്ട്, നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച പാട്ട് ഏത് പാട്ടാ അത്? ഒരു കല്യാണ പാട്ടിന്റെ ഒരു ചായ എനിക്ക് എന്തായാലും തോന്നി. നല്ല കോസ്റ്റ്യൂം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ പാട്ടങ്ങ് പാടല്ലേ? അടിപൊളിയായിട്ട് പാടട്ടോ, ഗംഭീരാക്കണം. എവിടെന്നായാലും അവരൊക്കെ ഇങ്ങോട്ട് വരണം. വരുത്തൂലേ? ശരി.
ഈ പാട്ട് പാടുമ്പോൾ മാത്രമുള്ള അങ്ങനെ കഴുത്തനക്കുന്നത് നല്ല രസമാട്ടോ ശരിക്കും അത് കാണാന്. അതൊരു സിഗ്നേച്ചർ സ്റ്റെപ്പായി മാറി. കോറസുകാരോടൊക്കെ പണിയെടുക്ക് ലൈനാകുമ്പോ പാടിക്കോ എന്നൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു. എന്തായാലും ഒരു കല്യാണ വീട്ടിലെ മേളം ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. അതിന്റെ ബാക്കി കാര്യങ്ങൾ അൻവർക്കാ. അസ്നക്കുട്ടി ഉഗ്രനായി കലക്കി നന്നായി പാടി. ഇന്നത്തെ കണി നമ്മുടെ കോഴിക്കോട് അബൂക്കർ മാഷാണ്. അതെ, രണ്ട് പാട്ട് പാടി 2 മാഷിൻ്റെ പാട്ടാണ്. അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ നിൻ്റെ ഇത് മൈലാഞ്ചി ഫുൾ ചിരി അതങ്ങനെ അല്ലേ? പ്രാക്ടീസ് എനിക്ക് സ്റ്റേജിൽ പ്രയോജനം ചെയ്യും. പിന്നെ ഈ താളത്തിനകത്ത് നമുക്ക് സ്ഥലമില്ല, അതൊരു വിഷയമാണ്. പച്ചപ്പനം തത്തമ്മ അങ്ങനെ പോകാൻ പറ്റൂ. അവിടെ നീ ഒരു സംഗതി ഒരു ശ്രമം നടത്തി. പച്ചപ്പനം തത്തമ്മ ചാത്ത എഴുതി തന്ന ഒരു പരിധിവരെ അവളെ എത്തിച്ചല്ലേ. ആ സംഗതി ഒരു പരിധിവരെ നീ എത്തിച്ചു, അതിൽ സമ്മതിച്ചു. കാരണം ആ താളത്തിന് ആ സംഗതി അവിടെ പാടാൻ സ്ഥലമില്ല. ഇല്ലാത്ത സ്ഥലത്ത് നീ ഒരു സംഗതി കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരു 80% വിജയിച്ചു. അത് സെയിം സാധനം വേറൊരു സ്ഥലത്ത് ഞാൻ കേട്ടു. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എന്താണ് തരമൊത്ത മാപ്പിളയ്ക്ക് തക്കാരം എന്നൊരു സാധനം ഇതേപോലെ നമുക്ക് മീറ്റർ ഇങ്ങനെ അകത്ത് നിൽക്കുകയും ചെയ്യണം, നമുക്ക് ആ സംഗതി കൊണ്ടുവരികയും ചെയ്യണം. നല്ല ശ്രമങ്ങളാണ് മക്കളെ, അതങ്ങനെ നടക്കട്ടെ. നന്നായിരുന്നു. പാട്ടിൻ്റെ ഓളം അടിപൊളി. ഒരു കല്യാണം പെട്ടെന്നൊരു എന്താ പറയുക, കല്യാണത്തിൻ്റെ ഒരു ട്രെൻഡ് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. കോറസ് പാടി നമ്മളെ ചങ്കുകളും പൊളിച്ചു. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്നം അസ്ന തകർത്തു. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവളുടേതായിട്ടൊരു വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ലൈക്ക് ഒരു സ്റ്റൈലുണ്ട് അവൾക്ക്. അത് കാല് വെച്ച് ഡാൻസ് ചെയ്യുന്ന ലൈക്ക് ആ ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത് ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവളുടേതായിട്ടൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അസ്ന സ്റ്റൈലെന്ന് മിക്കവാറും ഇനി ആൾക്കാർ പറയും. ഉറപ്പാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. താങ്ക് യു സോ മച്ച്.